എൻ്റെ പേര് ഷിനി. ഞാൻ കണ്ണൂർ ജില്ലയിലെ പേരാവൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ മോൾക്ക് 1 വയസ്സുള്ളപ്പോൾ ഹാർട്ടിന് ഒരു സർജറി കഴിഞ്ഞു. അങ്ങനെ വർഷത്തിലൊരിക്കൽ ചെക്കപ്പുകൾ നടത്തിക്കൊണ്ടിരുന്നു. വേറെ കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ 6 വയസ്സുള്ളപ്പോൾ എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ വെച്ച് ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ പറയുന്നു ആദ്യത്തെ പോലെ വീണ്ടും ഒരു സർജറി വേണമെന്ന്. അത് കേട്ടപ്പോൾ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ കുഞ്ഞിനെയും കണ്ട് ഞങ്ങളുടെ ഇടവക പള്ളിയിലുള്ള നിത്യാരാധന ചാപ്പലിൽ പോയി ദിവസം 1 മണിക്കൂർ 2 മണിക്കൂർ അങ്ങനെ സമയം ചെലവഴിച്ച് 6 മാസക്കാലം ഈശോയുടെ അടുത്തിരുന്ന് ഒരുങ്ങി 2023 ഡിസംബർ മാസത്തിൽ അമൃത ഹോസ്പിറ്റലിൽ വെച്ച് വീണ്ടും ചെക്കപ്പുകൾ നടത്തി. അങ്ങനെ അപ്പോഴും ഡോക്ടർ പറയുന്നു സർജറി വേണം. അങ്ങനെ സർജറി വേണമെന്ന് പറഞ്ഞ സമയങ്ങളിൽ 6 മാസം കൂടുമ്പോൾ ഹോസ്പിറ്റലിൽ വന്ന് ചെക്കപ്പുകൾ ചെയ്യണമായിരുന്നു. അങ്ങനെ ചെക്കപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ പറയും എത്രയും പെട്ടെന്ന് സർജറി വേണം. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് 100-ൽ 99% കുഞ്ഞുങ്ങൾക്കും വീണ്ടും ഒരു സർജറി വേണ്ടി വരും. അത് നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാം. എന്നാലും നമുക്ക് 6 മാസം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ ഞങ്ങൾ നേരെ അമൃത ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ വന്ന് ജോസഫ് അച്ഛൻ്റെ അടുത്ത് ചെന്ന് അച്ഛൻ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, തൈലം പൂശി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി വീണ്ടും നിത്യാരാധന ചാപ്പലിൽ പോയിരുന്നു. സമയം ചെലവഴിച്ചു പ്രാർത്ഥിച്ചു. ഉടമ്പടി പ്രാർത്ഥനകൾ, പ്രത്യക്ഷീകരണ പ്രാർത്ഥനകൾ, ജപമാലകൾ, വിശ്വാസ പ്രമാണം ഉരുവിടാതെ ചൊല്ലിക്കൊണ്ടിരുന്നു. ഞാനും എൻ്റെ കുഞ്ഞും. അതേപോലെ എൻ്റെ കുഞ്ഞ് ഒരു ജലദോഷമോ പനിയോ കാണുമ്പോൾ എന്നോട് പറയും മമ്മി ഉടമ്പടിക്ക് ആശ്രയം എന്താ കുരിശ് വരയ്ക്കുക അങ്ങനെ പറഞ്ഞ് അവളും അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. നിത്യാരാധന ചാപ്പലിൽ പോയിരുന്ന് കുഞ്ഞും അങ്ങനെ പ്രാർത്ഥിക്കും. അതിൻ്റെ ഫലമായി പ്രാർത്ഥനകൾ ശക്തി പ്രാപിച്ചു. അങ്ങനെ ഞങ്ങൾ കാരുണ്യപ്രവർത്തികൾ ചെയ്യും. പാവപ്പെട്ട രോഗികളുടെ വീട്ടിൽ പോയിട്ട് അവരെ ആശ്വസിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ കാശുര്യം കൊടുത്ത് പ്രാർത്ഥിക്കും. അമ്മ കൂടെയുണ്ട് പ്രാർത്ഥിച്ചോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിക്കും. സ്നേഹഭവനിൽ പോയി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. മാതാവിൻ്റെ പത്രം വാങ്ങി ആശുപത്രികളിലും സ്ഥാപനങ്ങളിലും വിതരണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥനകൾ ശക്തി പ്രാപിച്ച് ഞങ്ങൾ 2023 ഓഗസ്റ്റ് മാസത്തിൽ വീണ്ടും ഇവിടെ വന്നു ഉടമ്പടി പുതുക്കി. അതേപോലെ പിന്നെ അച്ഛൻ്റെ കൈവെപ്പ് രണ്ടാമത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചൊന്നുമല്ല വന്നത്. എന്നാലും അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ ലഭിച്ചു. അച്ഛൻ എൻ്റെ കയ്യിൽ തൈലം പൂശിയിട്ട് പറഞ്ഞു കുഞ്ഞിൻ്റെ ചങ്കത്ത് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞു. ഞാനങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടിയെടുത്ത നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് മാതാവിൻ്റെ സാന്നിധ്യം ഒരുപാട് അനുഭവിക്കാൻ തുടങ്ങി. ഞാനങ്ങനെ ഒരു ദിവസം അച്ഛൻ്റെ ധ്യാനം ഫോണിലൂടെ യൂട്യൂബ് വഴി കൂടിക്കൊണ്ടിരുന്നു. അങ്ങനെ 11 മണി 12 മണി ആയി കാണും. ധ്യാനം കഴിഞ്ഞ് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ കിടന്നുറങ്ങാൻ വേണ്ടി കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. പക്ഷെ ഞാൻ കണ്ണടച്ച് കിടക്കുകയായിരുന്നു. കണ്ണടച്ച് കിടക്കുന്ന കൂടെ കുഞ്ഞ് എൻ്റെ കൂടെ കിടന്ന് ഉരുളുകയും മറിയുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ണടച്ച് ഉറങ്ങുകയല്ല. അങ്ങനെ കണ്ണടച്ച് കിടക്കുമ്പോൾ മാതാവിനെ കണ്ടുകൊണ്ട് കിടക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മാതാവേ ഞാനിപ്പോൾ കണ്ണു തുറന്നാൽ എനിക്ക് മാതാവിനെ കാണാൻ പറ്റുകയില്ലല്ലോ, കുഞ്ഞ് കിടന്ന് ഉരുളുന്നുകൊണ്ടല്ലോ. എന്നിട്ട് ഞാൻ കുറേ നേരം മാതാവിനെ നോക്കി കിടന്നു. ലാസ്റ്റ് കുഞ്ഞ് ഇങ്ങനെ കിടന്ന് ഉരുളുന്നുകൊണ്ട് ഞാൻ കണ്ണു തുറന്നപ്പോൾ മാതാവിനെ കാണാനും പറ്റിയില്ല. നേരം വെളുത്ത് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു മമ്മി ഞാൻ മാതാവിനെ കണ്ടു. നേരം ഞാനും പറഞ്ഞു ഞാനും കണ്ടു. ഒരേ സമയം ഞങ്ങൾ മാതാവിനെ കണ്ടതായിരിക്കാം കുഞ്ഞങ്ങനെ കിടന്ന് ഉരുണ്ടത്. അതിൻ്റെ ഫലമായിട്ട് ഇവിടുന്ന് ഞാൻ ഉടമ്പടി പുതുക്കി നേരെ 2024 ഓഗസ്റ്റ് മാസത്തിൽ അമൃതയിൽ പോയി വീണ്ടും ചെക്കപ്പ് നടത്തിയപ്പം ഡോക്ടർ പറയുന്നു കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല, സർജറി ഇപ്പം വേണ്ട, വർഷത്തിലൊരിക്കലുള്ള ചെക്കപ്പിനായി നിങ്ങൾ വന്നാൽ മതി. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇന്നലെ ഞങ്ങൾ വീണ്ടും അമൃത ഹോസ്പിറ്റലിൽ വന്ന് ചെക്കപ്പുകൾ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്തിനാ നിങ്ങളിപ്പോൾ വന്ന് വർഷത്തിലൊരിക്കൽ വരാനല്ലേ പറഞ്ഞത്. അങ്ങനെ വീണ്ടും ഇന്നലെ ചെക്കപ്പുകൾ നടത്തി കഴിഞ്ഞപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഡോക്ടർ പറയുന്നു ഈ സർജറിയെ പറ്റി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അതിപ്പോൾ വേണ്ട,
ഒരു കുഴപ്പമില്ല, നിങ്ങൾ വർഷത്തിലൊരിക്കലുള്ള ചെക്കപ്പിന് വീണ്ടും വരിക. അങ്ങനെ ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരു കോടി നന്ദി പറയുന്നു.